ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഈയിടെ മീനഭരണിയും ഉത്സവം എല്ലാം കഴിഞ്ഞ അമ്മൂമ്മയുടെ 2 മക്കളുടെ കൂടെ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. മീനഭരണി ഈ വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൻഡ് അവര് ചെറുതായിരുന്നപ്പോൾ ഉള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചത്. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു സെലിബ്രേഷൻ ഒക്കെ? ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ അതെങ്ങനെയാണ് മാറിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അതുപോലെ സെയിം ആയിട്ടുള്ളത്? അപ്പൊ അതിനെ പറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട്, ഇന്ന് ഈ 2024 ഈ വർഷത്തെ മേടമാസത്തിലെ വിഷുവാണ്. വിഷു ആഘോഷ ദിവസമാണ് ഇന്ന്. വിഷു ആഘോഷം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ആശ്രയിച്ചും കാലാവസ്ഥയെ ആശ്രയിച്ചും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു പ്രത്യേക ഉത്സവമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിഷുദിന ആശംസകൾ. ആദ്യം ഇന്ന് നമ്മളിവിടെ വിഷുവൊക്കെ ആഘോഷിച്ചു, ഭംഗിയായിട്ട് എല്ലാവരും സന്തോഷമായിട്ട് വിഷുക്കണി കാണുകയും വിഷുക്കൈനീട്ടം വാങ്ങിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്ത് വിഷു സദ്യ കൊണ്ടിട്ട് വന്നിരിക്കുകയാണിപ്പോൾ. ഇനി ഇതുപോലെ ഈ വർഷം മുഴുവൻ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താ മോനെ അറിയേണ്ടത്? ഉത്സവങ്ങളെ കുറിച്ച് അറിയണം അല്ലേ? നമ്മൾ എല്ലാ വർഷവും പോലെ നമ്മുടെ നാട്ടിലെ പഴവീട്ടിലെ മീനഭരണി ആഘോഷിക്കാൻ ഈ വർഷം, എല്ലാ വർഷവും ഈയിടെയൊന്നും നമ്മൾ കാണാറില്ല എങ്കിലും ഈ വർഷം പ്രത്യേകിച്ച് ഞാനും എൻ്റെ 2 മക്കളും പഴവീട്ടിലുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും വയ്യാന്നൊക്കെ ഇരിക്കുന്നെങ്കിലും ഈ ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സ് ഏതാണ്ട് ശരിക്കും തുള്ളിക്കളിച്ച് ഓടിപ്പോകുന്ന പോലെ മനസ്സ് ഓടിപ്പോകും, ശരീരം അങ്ങ് ചെല്ലത്തില്ല. എങ്കിലും കഴിയുന്നത്ര എല്ലാവരും ഭംഗിയായിട്ട് തന്നെ പഴവീട്ടിലെ ദേവിയെ പോയി ദർശിക്കുകയും ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതിനുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം നടത്തുകയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഇത്തവണ കൂടുതലായിട്ട് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് പഴവീട്ടമ്മയ്ക്ക് അൻബലി കൊടുക്കുന്ന ഒരു ചടങ്ങ് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഉണ്ട്. ഒരു 10-15 വർഷത്തോളമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആന വന്ന് പറയെടുക്കാൻ പോകുന്നത് നിർത്തിക്കഴിഞ്ഞപ്പോൾ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ജീവതയെ പോലെ ഇവിടെയും ഒരു ഭക്തശിരോമണി സമർപ്പിക്കുകയും ആ ജീവതയം കൊണ്ടാണ് പിന്നെ ഇപ്പം പറയെടുക്കാൻ പോകലൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം കേശവത്തിലെ ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ്റെ വകയായിട്ടായിരുന്നു ആ വഴിപാട്. അതിന് ഞാനും ജ്യോതിയും എൻ്റെ അനിയത്തി രാജവും എല്ലാവരും കൂടി ഞങ്ങൾ നേരത്തെ തന്നെ പോവുകയും രാത്രി 12-12:30 വരെ അവിടെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇവർ സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഒരു 200-300 പേരോളം ബാലികമാരും എല്ലാവരുമായിട്ട് താലമൊക്കെ എടുത്ത്, അതിൽ എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരുമൊക്കെ താലം എടുക്കുകയൊക്കെ ചെയ്ത് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതിന് വേണ്ടി അതിനായിട്ട് പങ്കെടുക്കുകയും അതെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്തു. അതൊരു പ്രത്യേക രീതിയിലുള്ള വഴിപാടും ദേവി ഇങ്ങനെ സന്തോഷിച്ച് അനുഗ്രഹിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ ആറാടി വരുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ശരിക്ക് 2 വയസ്സും 4 വയസ്സും തുള്ളി സന്തോഷിച്ച വരുന്നത്. എന്നിട്ട് പിന്നെ ഈ ഭക്തജനങ്ങളെ 2 കൈകൊണ്ടും അനുഗ്രഹിക്കുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നും ആ തുള്ളൽ കണ്ടു കഴിഞ്ഞാൽ. മീനഭരണിക്ക് പിന്നെ മറ്റുള്ള രീതിയിലുള്ള പിന്നെ വൈകുന്നേരത്തെ പടയണി, അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന എറണാകുളത്താണ്, അത് അവിടുത്തെ എന്ന് പറയും. തിരുവനന്തപുരത്ത് നിന്ന് ഗീതയും വന്നു. പിന്നെ അടുത്ത ദിവസം തൊട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ അവളും വന്ന് തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മീനഭരണി പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിച്ചു ഈ വർഷം. അത് നന്നായിട്ട് തന്നെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ഓർമ്മകളായിട്ട് നിൽക്കത്തക്കവണ്ണം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി വളരെ പ്രാർത്ഥനയോടുകൂടി എല്ലാ ചടങ്ങുകളിലും പങ്കുകൊണ്ടു. എല്ലാം നേരം വെളുക്കാറാകുമ്പോഴേ 2 ഗരുഡനകത്ത് കയറി ചൂണ്ട കുത്തുക എന്നൊരു പരിപാടിയുണ്ട്. ചൂണ്ട കുത്തുക ഗരുഡനിൽ. അതൊരു ഭയങ്കര ഗരുഡന്റെ ശരീരത്തിൽ നിന്ന് രക്തം സമർപ്പിക്കണം. ഗരുഡന്റെ ഉണ്ട്, കുത്തിയോട്ടത്തിനുണ്ട്. ഒന്ന് ഈ ഒറ്റത്തൂക്കം ഇതുപോലെ തന്നെ ശക്തിയായിട്ടുള്ളതാണ്. എന്തെങ്കിലും നമുക്ക് അതുപോലെ ദുഃഖം വരുമ്പോൾ, അതുപോലെ രോഗം വരുമ്പോൾ
അതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ നേരുന്നത്. അപ്പം അത് നടന്നാലും നടന്നില്ലേ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തണം. ഗരുഡനും രക്തം കൊടുക്കണം. ഗരുഡൻ്റെ ശരീരത്തിൽ നിന്ന് ചൂണ്ട കുത്തി 3 പറക്കും ഗരുഡൻ. 3 പ്രദക്ഷിണം നടത്തിയിട്ട് തിരിച്ച് ദേവിയുടെ നടയുടെ നേരെ വന്നിട്ട് ഇങ്ങനെ ചൂണ്ട കുത്തി ആ ശരീരത്തിൻ്റെ രക്തം കുറച്ച് എടുത്തിട്ട് അത് ദേവിക്ക് സമർപ്പിക്കും. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ വർഷം അത് തീർന്നപ്പോഴത്തേക്കും നേരം വെളുത്തു, സൂര്യനൊക്കെ ഉദിക്കുന്നു, നല്ല സൂര്യപ്രകാശമൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അങ്ങനെ 2 ഗരുഡന്മാരുടെയും ചൂണ്ടുകുത്തലൊക്കെ കഴിഞ്ഞ് പിന്നെ ഗരുഡന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പപ്പടം, വെറ്റില ഇതൊക്കെ ഇങ്ങനെ പറപ്പിക്കും. മുകളിലോട്ട് ഗരുഡൻ ഇങ്ങനെ പറപ്പിച്ച് പോകും. അതൊക്കെ ഓരോ വഴിപാടാണ്. അത് കഴിഞ്ഞിട്ട് ഗരുഡന് നേദ്യച്ചോറ് കൊടുക്കും. ആ നേദ്യച്ചോറും കൊടുത്ത് ഗരുഡനെ പിന്നെ വിശ്രമിക്കാനായിട്ട് താഴെ ഇറക്കി വിശ്രമിക്കാൻ കിടത്തി. അത് കഴിഞ്ഞിട്ട് ഈ നേദ്യച്ചോറ് വായിൽ വച്ച് കൊടുത്ത് കഴിയുമ്പം ചടങ്ങുകളെല്ലാം തീരും. അങ്ങനെയാണ് ഭരണിയുടെ ചടങ്ങുകൾ തീരുന്നു. അപ്പൊ പണ്ട് അവര് ചെറുപ്പത്തിലുണ്ടായിരുന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു സെലിബ്രേഷൻസ് ഒക്കെ വീട്ടില്? അപ്പോഴത്തെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ വീട്ടില് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ, അവര് ചെറുതായിരുന്നപ്പോൾ ഉള്ള? വിഷുവിന് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അപ്പൂപ്പന് വലിയ നിർബന്ധമുള്ള കാര്യമാണ് വിഷു ആഘോഷിക്കുക എന്നുള്ളത്. അപ്പോൾ അപ്പൂപ്പൻ എത്ര കുറഞ്ഞതാണെങ്കിലും കുറേ 2 പെൺകുട്ടികളായതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ഒച്ച കേൾക്കുന്ന പടക്കങ്ങളൊന്നുമല്ല. കമ്പിത്തിരി, പൂത്തിരി, ലാത്തിരി, കുടച്ചക്രം, താഴെ കിടന്ന് കറങ്ങുന്ന ഓരോരോ സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ കാണാനുള്ള പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അതിൽ ഗീതയ്ക്ക് പൊട്ടിക്കുന്നതാണ് ഇഷ്ടം. അവർക്ക് എല്ലാം അഡ്വഞ്ചറസ് ആയിരിക്കണം. അപ്പോൾ അതിനപ്പൂപ്പൻ ഇങ്ങനെ കമ്പിലൊക്കെ പടക്കമെല്ലാം കമ്പിയിൽ ഇങ്ങനെ കുത്തി ദൂരെ കാണിച്ച് കത്തിക്കാൻ പറയും. ഓലപ്പടക്കം, മാലപ്പടക്കം എന്ന് പറഞ്ഞതൊക്കെ കത്തിച്ചിട്ട് എറിഞ്ഞു പൊട്ടിക്കും. അപ്പോൾ അതിനെല്ലാം അപ്പൂപ്പൻ അവളുടെ കയ്യിൽ ഇതെല്ലാം വെച്ച് കൊടുക്കും. അത് എത്ര പൈസ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്ന് പറഞ്ഞതുപോലെ അത് നിർബന്ധമായിട്ട് അപ്പോഴൊക്കെ ചെയ്യും. ഇടംതൂക്കം വരുന്നു എന്നുള്ളത് പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോഴും ഇതിന് മുമ്പൊക്കെ എന്തോ ഒരു എലിവാണം എന്ന് പറഞ്ഞൊരു സാധനം, ആ സാധനത്ത് വെച്ചാൽ നീളത്തിൽ ഇങ്ങനെ കപ്പക്കമ്പ് പോലത്തെ എന്തോ ഒരു സാധനം, അതിനകത്തേക്ക് പടക്കം വെച്ചിട്ട് കത്തിച്ചിട്ട് എറിയുക ദൂരോട്ട്. അപ്പൊ അതങ്ങ് ആകാശം വരെ ചെന്നിങ്ങനെ മുകളിലോട്ട് ചെന്നിട്ട് ഈ ജെറ്റ് വിമാനമൊക്കെ പോകുന്ന പോലെ നമുക്ക് തോന്നും ആകാശത്തേക്ക്. അങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് ചെന്നിട്ട് പൊട്ടോട്ട പോകുന്നത്. അതാണ് ഗരുഡൻ വരുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അറിയുന്നത്. അങ്ങനെ 5-6 ആയി കഴിയുമ്പോൾ അയ്യോ ഗരുഡൻ എത്തിയ എന്ന് പറഞ്ഞ് വേഗം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ നേരെ ഏതാണ്ട് നേരെയായിട്ട് വരും. പിന്നെ റോഡിൻ്റെ ഭാഗത്ത് ഇത് വരുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യാം. കാരണം നമ്മൾ 3-4 വീടിൻ്റെ അകത്ത് വശത്തായിട്ടാണ് താമസിക്കുന്നത്. റോഡിൻ്റെ തൊട്ട സൈഡിലല്ല, 5-6 വീട് ലൈൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പടക്കങ്ങൾ ഇപ്പം ഇല്ല. അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. പിന്നെ കുട്ടികളുടെ ആ സമയം പറഞ്ഞ് ഇതുപോലെ തന്നെ എൻ്റെ 2 കുട്ടികളും വിഷുക്കണി കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പഴവട്ടമ്മയുടെ അമ്പലത്തിൽ തൊഴുതിട്ട് വരുമ്പോഴത്തേക്കും അവിടുത്തെ മേശാന്തി പൂജാരി വരുന്നവർക്കെല്ലാം വിഷുക്കൈ നീട്ടം കൊടുക്കും. അതായത് 5 മണി തൊട്ട് ഏതാണ്ട് ഒരു 6-6:30 വരെ വരുന്നവർക്കെല്ലാം ഒരു നാണയം, വരുന്നവർക്കെല്ലാവർക്കും കൊടുക്കും. നമ്മൾ കാണിക്കുകയൊക്കെ ഇട്ട് വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിട്ട് അവിടെ നിന്ന് തിരുവമ്പാടി അമ്പലത്തിൽ പോയി അവിടെയാണ് കൃഷ്ണ ഭഗവാനെയും തൊഴുതിട്ട് തിരിച്ച് വീട്ടിൽ വന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തും. എല്ലാ വീട്ടുകാർക്കും ഒരുപോലെ തന്നെ ആഘോഷമായ ദിവസമായതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്കൊക്കെ വിഷുക്കൈ നീട്ടം കൊടുക്കാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വീട്ടിലെ പിന്നെ ഗൃഹനാഥന്മാർ ഇതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കും, ഇവിടുത്തെ ആളുകൾ അവിടുത്തെ കുട്ടികൾക്ക്. അങ്ങനെ അടുത്തുള്ള വീട്ടിലെ കുറേ വീടുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ സന്തോഷമായിട്ട് ചെയ്യുമായിരുന്നു. മമ്മിയുടെ പേരമ്മയുടെ ഒക്കെ ഫേവറേറ്റ് ഫുഡ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു ആ സമയത്ത്? പിന്നെ നമുക്കൊരു സർവൻ്റ് ഉണ്ടായിരുന്നു, തങ്കമ്മ. എല്ലാം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇത് പലഹാരങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാക്കി. എണ്ണയെ വറുത്ത പലഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് പഴംപൊരി, ഉണ്ണിയപ്പം, മുറുക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ
ഗീത ഇച്ചിരി കൊണ്ട് വലുതായി കഴിഞ്ഞപ്പോൾ അവൾക്ക് എല്ലാം ഉണ്ടാക്കി പഠിക്കുന്ന ഇഷ്ടമായിരുന്നു തന്നെത്താൻ. നമ്മൾ പറഞ്ഞിട്ടല്ല, അവൾക്ക് തന്നെ. അപ്പോൾ അവൾ ഈ മാസികകളിലൊക്കെ പാചക പങ്ക്തി ഒക്കെ വായിച്ചിട്ട് ചീരയില കൊണ്ട് കട്ട്ലറ്റ്, പിന്നെ അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. തന്നെ ഉണ്ടാക്കത്തുള്ളൂ, ആരെയും അപ്പോൾ കിച്ചനകത്ത് കയറ്റത്തില്ല, കാണിക്കത്തുമില്ല. ഇതിൽ നോക്കിയിട്ട് പാചകക്കുറിപ്പിൽ നോക്കിയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഭംഗിയായിട്ട് ചെയ്ത് അത് ഉണ്ടാക്കി ഒരു ഡിഷിനകത്ത് ഇട്ട് വെച്ചിട്ട് അവൾ പോയി വെയിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് അതൊരു അടുക്കള അടച്ചിട്ടേക്കും, ആരും അതിനകത്ത് കയറ്റില്ല. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവളുണ്ടാക്കിയതിൻ്റെ സ്പെഷ്യൽ. പിന്നെ ഇത് നൂഡിൽസൊക്കെ വന്നു തുടങ്ങി ആ സമയത്ത്. അത് അവർ കുറച്ച് വലുതായപ്പോൾ അപ്പം ഞങ്ങൾക്കൊക്കെ തരികയാണ്. ഞങ്ങൾക്കാർക്ക് നൂഡിൽസ് ഒന്നും വേണ്ട, എന്തോന്ന് സാധനം. പക്ഷെ അവർ ഉണ്ടാക്കിയിട്ട് അച്ഛനെ ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കൊടുക്കും, ആരെങ്കിലും വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കും, അവരൊക്കെ കൂടി വീതിച്ച് തിന്നും. അങ്ങനെ അപ്പോൾ ഇഷ്ടമുള്ള തന്നെത്താൻ ഉണ്ടാക്കി തിന്നാനൊരു ഇത് വരത്തില്ല. അതിന് ബുൾസൈ ഉണ്ടാക്കുക, അത് ഉണ്ടാക്കാൻ പഠിക്കാനും കൂടിയാണ്. ഓംലെറ്റ് ഉണ്ടാക്കുക, അതൊക്കെ എളുപ്പമാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും ഉണ്ടാക്കിയിട്ട്. അവരുണ്ടാക്കിയതെല്ലാം കാണിക്കാൻ ഞാനിങ്ങനെ ഉണ്ടാക്കിയത്, അങ്ങനെ ഒക്കെ ചെയ്യുമായിരുന്നു.